അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മളുള്ളത് സമ്മേളനം നടക്കുന്ന നഗരിയിൽ നിന്ന് കുറച്ചിപ്പുറം മാറിയിട്ടാണ്. ഇവിടെ ക്യാമ്പ് നടക്കുകയാണ്. 3333 ആളെ ക്യാമ്പ് നടക്കുന്ന സൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ മേൽഭാഗത്താണ് ഭക്ഷണം പാകം ചെയ്യുന്ന ഷെഡുള്ളത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പെടുത്തുകയാണെങ്കിൽ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ പെടുത്തി കാണിച്ചു തരണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാമ്പിൻ്റെ ഷെഡുകൾ ഉണ്ടോ, നമ്മളെ ഹറമിൽ മദീനത്ത് അല്ല മക്കത്തൊക്കെ പോകുമ്പോൾ മിനയിലൊക്കെ ചെന്ന ടെൻറ്റ് മാതിരത്തെ ടെൻറ്റാണ് ക്യാമ്പിന് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി ആ ഷെഡൊക്കെ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ കാണാം. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ടോയ്ലറ്റ് സംവിധാനമാണ് ആ നീല കാണുന്നില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. ടോയ്ലറ്റെല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാമ്പിൻ്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലൊക്കേഷൻ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ വിട്ടുതരും കേട്ടോ. ടോയ്ലറ്റിനുള്ള കുയ്യാണത്. കക്കൂസിൻ്റെ വേസ്റ്റ് പോലെയുള്ള കുയ്യ്. അതായത് ഫുള്ള് ടോയ്ലറ്റുകളാണ്. ഉണ്ടാ റെഡിമെയ്ഡ് ടോയ്ലറ്റുകൾ. എന്താ കണ്ടോളി ടോയ്ലറ്റ്. ഇത് ഫുള്ള് ടോയ്ലറ്റാണ്. ഇതൊക്കെ ഒരു കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തിക്കാണ്. ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാനിത് കണ്ടിട്ടില്ല നമ്മളെ നാട്ടിൽ കേട്ടോ. വിദേശ രാജ്യങ്ങളിലൊക്കെ സൗദിയിലൊക്കെ നമ്മൾ പോയതാണ്. അപ്പോൾ അവിടെ കണ്ടിക്കണമെന്നല്ലാണ്ട് നമ്മളെ നാട്ടിൽ ഇത് ആദ്യമായിട്ട് കാണാനേ. ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയൊരു ഷെഡ്, ടെൻറ്റ് കെട്ടിയത് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കുറച്ച് നീണ്ടു പോകും, അതുകൊണ്ട് ക്ഷമിക്കണം. ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് തട്ടി മാറ്റി പോവാം. മൂവായിരത്തി 313 ആളാണ് ഈ ക്യാമ്പിൽ വരേണ്ടത് കേട്ടോ. നമ്മളെ വണ്ടിയാണ് ആ പോകേണ്ടത്. ഇത് മഹാസംഭവമാണ് ഈ ടെൻറ്റ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. പരമാവധി പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടോളി. ഈ ക്യാമ്പിൻ്റെ പണി 24 മണിക്കൂറും പണിക്കാരുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പണി പൂർത്തീകരിക്കണ്ടേ. മാഷാ അല്ലാ മാഷാ അല്ലാ.